മറിയം ബീവിയോട് ആളുകൾ ചോദിച്ചു, മറിയമേ കുട്ടിയുടെ വാപ്പാരാണ്? DNA ടെസ്റ്റിലല്ലോ ആരാണ്? മറിയം ബീവി പറഞ്ഞു, കുട്ടിയോടെന്ന് ചോദിച്ചു. അല്ല പറഞ്ഞു, മറിയമേ കുട്ടിയോട് ചോദിക്കാൻ പറ. മുജാഹിദീങ്ങളൊക്കെ അന്നുണ്ടെങ്കിൽ അത് അപ്പം നിഷേധിച്ചിരുന്നു. ശരിയല്ല ഖുർആൻ എന്ന് പറഞ്ഞു. അന്ന് മുജാഹിദീങ്ങളില്ല, അതുകൊണ്ടാണ്. ഹബീബിങ്ങളെ, മറിയം ബീവി ഇശാറത്ത് കാണിച്ചു തൊട്ടിലേക്ക്. പ്രസവിച്ച കുട്ടിയാണ്. അപ്പൊ അവര് ചോദിച്ചു, മറിയമേ പ്രസവിച്ച കുട്ടി എങ്ങനെയാണ് മിണ്ടുക? മറിയമേ എങ്ങനെ കുട്ടി സംസാരിക്കുക? മറിയം ബീവി പറഞ്ഞു, നിങ്ങൾ ചോദിച്ചു നോക്കി. ഒന്ന് യുക്തിയാണ്, ന്യായമാണ്, മറ്റൊന്ന് സ്പിരിച്വാലിറ്റിയാണ്. അതായത് യഥാർത്ഥത്തിൽ പിറന്നു വീണ കുഞ്ഞ് സംസാരിക്കില്ല എന്നത് റിയാലിറ്റിയാണ്. പക്ഷെ സംസാരിക്കുന്നത് മോചിതത്തോ അല്ലെങ്കിൽ കറാമത്തോ ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? പിറന്ന വീണി കുട്ടി സംസാരിക്കാൻ പാടില്ല എന്നത് യുക്തിവാദമാണ്, മതനിഷേധമാണ്, വഹാബിയത്താണ്. കുട്ടിയുടെ അരികിൽ പോയി അവർ ചോദിച്ചു, മോനെ എന്റെ വാപ്പ. ചോദിക്കുന്നവർക്ക് വലിയ സംശയമൊക്കെ ഉണ്ട്, കുട്ടി മറുപടി പറയില്ല എന്നവർക്ക് ഉറപ്പുണ്ട്. എന്നാലും ചോദിച്ചു, എന്റെ വാപ്പാരാ? ആരാണ്? അവ കുട്ടി പറയുന്നത് ഖുർആൻ പറയുന്നുണ്ട്, 1001 രാവിലെ അറബിക് കഥയല്ല, ഇത് ബാലമംഗളത്തിലെ പൂമ്പാറ്റയിലെ ചിത്രകഥയല്ല, ഇത് മനോരമയിലെയും മംഗളത്തിലെയും കോട്ടയം പുഷ്പനാഥിന്റെ കഥയല്ല, ഖുർആനാണ് പറയുന്നത്. ഇന്നി അബ്ദുല്ലാഹ് ആതനിയൽ കിതാബ് വജഅലനീ നബിയ്യാ. ഞാൻ അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂലിന് പ്രസവിച്ച ഉടനെ ആരെ നബിയാക്കുക? മുഹമ്മദ് നബി പ്രസവിച്ച ഉടനെ നബിയാണ് എന്നുള്ള തത്വത്തിലാണ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. നുബുവത്ത് കിട്ടുമ്പോഴല്ലേ? മോണ കാട്ടിയ ഈസാ റൂഹുള്ള എന്ന കുട്ടി പറയാൻ ഞാൻ റസൂലാണ്. എനിക്ക് കിതാബ് കിട്ടിയിട്ടുണ്ട്. നബിയാണെന്ന് പറഞ്ഞ ഒരു പരിധി വരെ അംഗീകരിക്കാം. കിതാബ് കിട്ടിയെന്ന് എങ്ങനെ പറയാം? കിതാബ് കിട്ടുന്നത് പ്രായക്കായി നുബുവത്ത് കിട്ടിയപ്പോഴല്ലേ? റസൂലുള്ളാഹിക്ക് പോലും കിതാബ് കിട്ടിയത് നുബുവത്ത് കിട്ടുമ്പോഴല്ലേ? സൗർ എന്ന ഗുഹയിൽ അല്ല, ജബലുൻ നൂറിൽ വെച്ച് ജിബ്രീൽ വന്നപ്പോ ഈ കുട്ടി പറയാണ്, കിതാബ് എനിക്ക് വേദഗ്രന്ഥം കിട്ടിയിട്ടുണ്ട്. വജഅലനീ നബിയ്യാ. ഇന്നി റസൂലുള്ളാഹ് എന്നല്ല ട്ടോ, ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ് വജഅലനീ നബിയ്യാ. എന്നെ നബിയാക്കിയിട്ടുണ്ട്. ബാവമുദ്ഗ്ന്ന് നബിയാക്കി വിട്ടോവർ മറിയമിൽ പുത്രൻ ഈസാദെന്നോവർ. ഞാനൊരു ഉദാഹരണത്തിന് തെളിവ് പറഞ്ഞാണ്. ഒരാള് പ്രവാചകനായി ഇങ്ങനെ അധ്വാനിച്ചുണ്ടാക്കേണ്ടതൊന്നുമല്ല, അള്ളാഹു നിശ്ചയിച്ചിട്ട് വരുന്നതാണ്. വലിയമാരിലും അങ്ങനെയുണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി അങ്ങനെ. ഇനി ചില വലിയമാരുണ്ടല്ലോ, കള്ളത്തമ്മടികളായിരിക്കും. പക്ഷെ ഒരു സ്പാർക്കിംഗ് ഉണ്ടായി, ഒരു മൊമെന്റിൽ അട്രാക്റ്റീവായി വഴിമാറിപ്പോകുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളാണ് ഞാൻ ഇപ്പോൾ ഉദ്ധരിച്ച മഹാനായ അൽ ബിശ്റുൽ ഹഫീ റളിയല്ലാഹു അൻഹു. അള്ളാഹു നിങ്ങൾക്ക് അവിടെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ ആരെയും കുറ്റം പറയേണ്ടത്. ഇപ്പൊ ഈ സദസ്സിൽ എത്ര വലിയമാരുണ്ടാവും നമുക്കറിയില്ല. ആരെയും വലിയാക്കാനും പോണ്ട, വലിയ അല്ലാന്നും പറയണ്ട. ഇപ്പൊ ഇരിക്കുന്നവർ വലിയ ഉണ്ട്, സ്റ്റേജിൽ വലിയമാരുണ്ടാകാൻ സാധ്യത ഉണ്ട്. എനിക്ക് പറയാൻ പറ്റില്ല, ഇല്ലാന്നൊന്നും ഞാൻ പറയണില്ല. ഉറപ്പുള്ള ഒരാളേ ഉള്ളൂ വലിയ അല്ല എന്ന് ഉറപ്പുള്ളത് ഞാനാണ്. ഞാൻ വലിയല്ല. ബാക്കി മൈക്കക്കാരന് ചാൻസ് ഉണ്ട്, ഓൺലൈനിൽ കൊടുക്കുന്ന ആൾ വലിയ ചാൻസ് ഉണ്ട്, അയാൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും വലിയൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ ആരെങ്കിലും നമ്മൾ ഇവിടെ നഫീസത്തുൽ മിസ്രിയമാരുണ്ടാവൂലേ? ഇല്ലാന്നെങ്ങനെ നിങ്ങൾ പറയാ? അങ്ങനെ ചിന്തിച്ച് നമ്മൾ ആരെങ്കിലും കുറ്റം പറയും? നിങ്ങൾ ആക്കൊന്നും വേണ്ടെന്നും ആണെന്ന് മനസ്സിൽ കരുതി ഒരാളെ കാണുമ്പോ പഠിച്ചോനെ എന്നേക്കാ കൂടുതൽ അമലുള്ള ഒരാളായിരിക്കും ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ അയാളെ കുറ്റം പറയോ? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളോട് പറയാം, അമലേതായാലും നമ്മുടെ കയ്യിലില്ല. പടച്ചോനെ നമ്മളെക്കാൾ കൂടുതൽ നല്ല റസൂലിനെ സ്നേഹിക്കുന്ന ആളാതിരിക്കല്ലോ. ഒരു പൊടിയെങ്കിലും മുമ്പിലാണെങ്കിൽ നമ്മളെയൊക്കെ മുമ്പിലുള്ള ആളല്ലേ അയാള്. അങ്ങനെ ചിന്തിച്ചാൽ നമ്മളൊരാളെ ഈബത്ത് പറയോ? ഞാനിത് ധൈര്യത്തിൽ പറയാൻ കാരണം, ഉറപ്പായി പറയാൻ കാരണം ഇവിടെ ശരീര ദാരിമ്യൊക്കെ ഉണ്ട്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഞാൻ ഒരാളുടെ ഈബത്ത് പറഞ്ഞിട്ടില്ല. അബ്സല്യൂട്ട്. യൂട്യൂബിൽ അടിച്ചു നോക്ക്, ബഷീർ കുറെ 10,000 പ്രസംഗം. ഏതെങ്കിലും ഒരു പ്രസംഗത്തിന്റെ കണ്ടന്റിൽ
ഏതെങ്കിലും ഒരാളുടെ ഗീബത്ത് പറഞ്ഞായി നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ പ്രഭാഷണ ജീവിതം അവസാനിപ്പിക്കാം. തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ കരുതുക ഉസ്താദിന്റെ യൂട്യൂബ് അല്ലേ, ഉസ്താദിന്റെ അപ്ലോഡ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് യൂട്യൂബ് ഇല്ല. നാട്ടുകാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ ഇടിച്ചു കയറ്റിയ 10,000. എന്റെ സ്വന്തമായ ഒരു ചാനലില്ല. അത് മാത്രമേ ഞാൻ എൻ്റെ ഒരു നന്മയായി പറയാറുള്ളൂ. പിന്നെ ഇബാദത്ത് കുറവാണ്, നന്മകൾ കുറവാണ്, നല്ല സ്വഭാവമൊന്നും അല്ല, തെറ്റ് ചെയ്യുന്ന ആളാണ്. പിന്നെ എന്തിനെന്നെ പ്രസംഗിക്കാൻ വിളിച്ചു എന്നുള്ളത് ഷിയാബ് മാഷോട് ചോദിച്ചാൽ മതി. എനിക്കറിയില്ല, ഞാൻ വിളിച്ചു, ഞാൻ വന്നു. പക്ഷെ ഈബത്ത് പറയാറില്ല. ഇവിടെ കുറെ ആൾക്കാർക്ക് ഭയങ്കര ഇബാദത്താണ്. റമദാൻ 30 മാസം നോമ്പ്, മജ്‌ലിസുന്നൂർ, മങ്കൂസ് ഒരു സകല പരിപാടി ഉണ്ട്. എന്നിട്ട് ഒരു അവസരം കിട്ടിയാൽ ഇങ്ങനെ പോത്തിറച്ചി തിന്നണമാതിരി മസാലയൊക്കെ കൂട്ടിയിട്ട് ആൾക്കാർ ഈബത്ത് പറയലാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ. ഇപ്പൊ ഫേസ്ബുക്കിലാണ് ഈബത്ത്, വാട്സപ്പിലാണ്. നാണല്ലോ നിങ്ങളല്ല, പൊതുവെ പറഞ്ഞ ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യപ്പെട്ടാലും എനിക്കൊന്നുമില്ല. എനിക്ക് ഇനി ഒരിക്കൽ കൂടി പ്രസംഗിക്കാൻ വിളിക്കണം നിർബന്ധമില്ല. ഈബത്ത് പറയരുത്. അത് സാധാരണ ഉസ്താദ്മാർ അതിൽ ഈബത്ത് പറയരുത് എന്ന് പറഞ്ഞ വലിയ ഡയലോഗല്ല. പറയരുത്. അമലിൽ വല്ല കുറവൊക്കെ ഉണ്ടെങ്കിൽ, സുന്നത്തിലൊക്കെ ഉണ്ടെങ്കിൽ അള്ളാഹു പുറത്തു വരുമ്പോൾ നിങ്ങളെ വെറുതെ ബേജാറായി നരകത്ത് പോകുന്നത് ടെൻഷൻ അടിക്കുന്നു. അള്ളാഹു ഭയങ്കര പാവാണ്. ഔലിയാക്കന്മാരുടെ ഒരു മാനറിസം തന്നെ അള്ളാഹുവിന് മഹബത്ത് വെക്കുക. നമ്മൾ അള്ളാഹിനെ ഭയങ്കര പേടിയാ. പാമ്പിനെ പേടിക്കും പോലെ റബ്ബിനെ പേടിക്കല്ലടോ. പാമ്പിനെ നമുക്ക് പേടിയാണ്, ശരിയല്ലേന്ന്. പാമ്പിന് പേടിയല്ലേ? നിങ്ങൾ അല്ലാന്ന് ധൈര്യം ഉണ്ടെങ്കിൽ പറയാം, അല്ലാന്ന് പറയും. പറഞ്ഞോളി, അല്ലാന്ന് പറയും. ആരെങ്കിലും പറഞ്ഞു അല്ലാന്ന്? ആരെ പേടില്ല? ഞാൻ കേക്കട്ടെ, ധൈര്യത്തിൽ പറയും. പേടില്ല എന്ന് പറയും. പാമ്പിന് പേടില്ല. പാമ്പിനെ പേടിക്കും പോലെ റബ്ബിനെ പേടിക്കല്ലടോ. നമുക്ക് അള്ളാനെ ഭയങ്കര പേടിയാണ്. നിങ്ങൾ അങ്ങനെ പേടിപ്പിച്ചത് പ്രഭാഷകന്മാരാണ്. മരണം, നരകം, ലോകാവസാനം, മൗത്ത്, ഖബർ, ഇതന്നെയാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി മലബാറിലെ, മധ്യ കേരളത്തിലെ, തെക്കൻ കേരളത്തിലെ പ്രഭാഷണ സദസ്സുകളുടെ വിഷയം അതായിരുന്നു. ഇയാളെന്തെങ്ങനെ പറയണത് നിങ്ങൾ ചിന്തിക്കണ്ട. അത് പറയണം, പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ പറയണില്ല അള്ളാഹു പാവമാണ്. ഔലിയാക്കന്മാർ അള്ളാഹുവിനെ മഹബത്ത് വെച്ചവരാണ്. നമ്മൾ അള്ളാഹുവിനെ പേടിച്ചവരാണ്, അല്ലേ? നമ്മൾ നിസ്കരിക്കണം എന്തിനാണ്? നരകത്ത് പോവും പേടിച്ചിട്ടാ. നിങ്ങൾ എന്തിനാണ് കള്ളു കുടിക്കാതിരിക്കണത്? നരകത്ത് പോകും പേടിച്ചിട്ടാണ്. എന്താണ് വ്യഭിചരിക്കാത്തത്? ഖബറിൽ ശിക്ഷ കിട്ടും പേടിച്ചിട്ടാണ്. അതല്ലാതെ ഹബീബായ റസൂലുള്ളാഹിയോടുള്ള മഹബത്തിന്റെ പേരിലാണ് ഞാൻ ഹറാമ് ചെയ്യാത്തത് എന്ന പേരിൽ, അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ പേരിലാണ് ഞാൻ തെറ്റ് ചെയ്യാത്തത് എന്ന് ചിന്തിച്ചാൽ that's a power of love, that's a chemistry of love. ഇതാണ് ഔലിയാക്കന്മാരുടെ മാനിഫെസ്റ്റോ. അവർ അള്ളാഹിനെ സ്നേഹിക്കുകയായി. നമ്മളൊക്കെ അള്ളാഹിനെ ഭയങ്കര പേടിയാണ്.